Breast lumps, common questions in our OPD. Hi, I'm Dr. Neena, family physician. Hello, I'm Dr. Geetu, general surgeon. Hi, doctor. ഞാനൊരു ഫാമിലി ഫിസിഷ്യൻ ആയതുകൊണ്ട് എൻ്റെ ഒ പിയിൽ വരുന്ന മെയിൻ ക്വയറീസ് ആണ് ബ്രസ്റ്റ് ലംപ് അല്ലെങ്കിൽ ബ്രസ്റ്റിലെ മുഴകൾ. എല്ലാ ബ്രസ്റ്റിലെ മുഴകളും അപകടകരമാണോ ഡോക്ടർ? അല്ല 9 out of 10 ബ്രസ്റ്റ് ലംപ്സും അപകടകാരികളല്ല. ഓക്കെ. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അപകടകാരിയായ ക്യാൻസറസ് ആയ ഏതെങ്കിലും ഒരു മുഴ ഒരാൾക്കുണ്ടെങ്കിൽ അത് ഏറ്റവും ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യാനും അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് എടുക്കാനും വേണ്ടിയാണ് നമ്മൾ ഇത്ര അവയർനെസ് പ്രോഗ്രാം കൊടുക്കുന്നതും. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരു ആളാണോ ഒരു മുഴ കാണുമ്പോൾ പെട്ടെന്ന് ഡോക്ടറിനെ കാണാൻ വരേണ്ടത്? അല്ല ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് നമ്മൾ ഏർലി തന്നെ, അതായത് യൂഷ്വലി നമ്മൾ 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് സ്ക്രീനിങ് മാമോഗ്രാം എടുക്കുന്നത് പറയാം. എന്താണ് സ്ക്രീനിങ് മാമോഗ്രാം എന്ന് വെച്ചാൽ ബ്രസ്റ്റിൽ മുഴയോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും 40 വയസ്സിന് ശേഷം ഓരോ വർഷവും മാമോഗ്രാം എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്തെങ്കിലും മുഴ ആഫ്റ്റർ 40. പക്ഷെ ഹിസ്റ്ററി ഉള്ളവർക്ക് നമ്മൾ അതിനെ മുന്നേ തന്നെ നമ്മൾ അതിന്റെ ടെസ്റ്റ് അൾട്രാസൗണ്ട്. ഇപ്പൊ ഒരു 15 മാസങ്ങളോ തുടങ്ങിയ ഒരു പെൺകുട്ടി 15 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ 30 വയസ്സിന് താഴെയുള്ള കുട്ടി ഒരു ബ്രസ്റ്റ് ലംപായിട്ട് വന്നാൽ അത് അവർക്ക് എല്ലാവർക്കും ഭീതിയുള്ളതാണ്. അപ്പൊ അവരെ എന്തായിരിക്കും നമ്മൾ എങ്ങനെയാണ് അവരോട് പറയാൻ അവരുടെ ബ്രസ്റ്റ് മുഴ കാണുമ്പോൾ? കൂടുതലും ചെറിയ കുട്ടികളിൽ കണ്ടുവരുന്ന ബ്രസ്റ്റ് മുഴ നമ്മള് ഫൈബ്രോ അഡിനോമ എന്ന് പറയുന്ന മുഴയായിരിക്കും. അതൊരു അപകടകാരിയായ മുഴയല്ല. അതിന്റെ ആകെ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ സൈസ്, അതിന്റെ ആ മുഴയുടെ സൈസ് ഒരുപാട് കൂടുവാണെങ്കിൽ നമുക്ക് ആ മുഴ എടുത്തു കളയുന്ന സമയത്ത് ബ്രസ്റ്റിന്റെ സൈസ് തമ്മിലുള്ള ഡിസ്പാരിറ്റി വരാം. പിന്നെ മുഴ കാരണം കുട്ടികൾക്ക് വലിയൊരു ടെൻഷനോ പേടിയോ ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ മുഴ എടുത്തു കളയാന്ന് പറയുമ്പോൾ കുഞ്ഞു പിള്ളേരാണെങ്കിലും 15-30 ഇടയ്ക്കൊക്കെ ആണെങ്കിൽ അവർക്കൊരു കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ പാടൊക്കെ വലുതായിരിക്കുമോ? കാരണം പേരൻസിന്റെ കൺസേൺ ആയിരിക്കും. അപ്പം അത് ഒരു സർജിക്കലി റിമൂവ് ചെയ്യുന്നതിനോടുള്ള ഡോക്ടർ പറയാൻ പറ്റുക? ഒന്നാമത് നമ്മൾ ഈ ഫൈബ്രോ അഡിനോമയുടെ സൈസ് 3 സെന്റിമീറ്ററിൽ താഴെയാണെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് എടുത്തു കളയാനൊന്നും പറയാറില്ല. നമ്മൾ പേഷ്യന്റിന് അത്രയും കൺസേൺഡ് ആണ് മുഴയെ പറ്റിയെങ്കിലാണ് നമ്മൾ നിർബന്ധമായിട്ട് എടുത്ത് കളയാറുള്ളൂ. അതർവൈസ് 3 സെന്റിമീറ്ററിന് മുകളിലുള്ള ഫൈബ്രോ അഡിനോമയാണ് നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യുന്നത്. അതും ഒരു ചെറിയ ഇൻസിഷനിക്കോടെ ചെറിയൊരു കട്ട് മാത്രമേ ഉള്ളൂ. അത് ഉണങ്ങി കഴിയുമ്പോൾ കാണാൻ പറ്റണം തന്നെയില്ല. ഇപ്പൊ നമുക്ക് അതിന്റെ ന്യൂവർ ടെക്നിക്സും ഉണ്ട്. വാക്വം ആസ്പിറേഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ ഒരു ഓട്ടയ്ക്കൂടെ ഫൈബ്രോ അഡിനോമ മാത്രമായിട്ട് എടുത്ത് കളയും. ഇപ്പൊ ഒരു അഡൽട്ട് ലേഡിക്ക് അല്ലെങ്കിൽ ഒരു മുഴ കണ്ടു, അത് ക്യാൻസറസ് ആണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ്. കാരണം റേഡിയേഷൻ ഉണ്ടാവും, കീമോ ഉണ്ടാവും. അപ്പൊ അവരുടെ ഫോളോ അപ്പ് കാര്യങ്ങളും അവർക്ക് സർജറി കഴിഞ്ഞിട്ടുള്ള പെയിനോ കാര്യങ്ങളോ, അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുക? ഈ ക്വസ്റ്റ്യൻ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് പല സ്റ്റേജ് ആയിട്ട് പറയാൻ പറ്റും. ഏറ്റവും ഏർലി സ്റ്റേജ്, അതായത് 1 സെന്റിമീറ്ററിന് താഴെ മുഴ നമുക്ക് ഒരു സ്ക്രീനിങ് മാമോഗ്രാം ഒക്കെ എടുക്കുമ്പോൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ മുഴ ജസ്റ്റ് എടുത്തു കളഞ്ഞാൽ മതിയായിരിക്കും. പിന്നെ നമ്മുടെ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് മതിയോ. ബാക്കി നമ്മൾ ഏറ്റവും ഏർലി ഡിറ്റക്ട് ചെയ്യുന്നു അത്രയും കുറവ് ചികിത്സകൾ മതിയോ. കുറച്ചൊരു അഡ്വാൻസ് സ്റ്റേജ് ആകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള, അതായത് ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളയേണ്ട അവസ്ഥയൊക്കെ വരാം. അതർവൈസ് ഏർലി സ്റ്റേജിലാണെങ്കിൽ നമുക്ക് മുഴയും ചുറ്റുമുള്ള ഇത്തിരി ബ്രസ്റ്റ് ടിഷ്യൂ മാത്രം എടുത്തു കളഞ്ഞ് പിന്നെ ഫോളോ അപ്പ് കീമോ ഒക്കെ എടുക്കേണ്ടി വരും കുറച്ച് വലിപ്പം വരുന്നത്. ഇപ്പം ബ്രസ്റ്റിൽ മുഴയൊന്നുമില്ലാതെ ചിലരെ വന്ന് പറയാറുണ്ട് നിപ്പിൾ ഡിസ്ചാർജ് ഉണ്ട് ഡോക്ടറെ, വൈറ്റിഷ് ഡിസ്ചാർജ് കാണുന്നു, അല്ലെങ്കിൽ കളർ ഡിസ്ചാർജസ് കാണും. അപ്പൊ അതൊരു ടെൻഷൻ അല്ലെങ്കിൽ കൺസേൺ ഉണ്ടാവേണ്ട ഒരു കാര്യമാണോ? നിപ്പിൾ ഡിസ്ചാർജ് ബ്രസ്റ്റ് ക്യാൻസർ ആണോ എന്ന് ചോദിച്ചാൽ അത് അല്ല. ഒരുപാട് കണ്ടീഷൻസിൽ നിപ്പിൾ ഡിസ്ചാർജ് വരാം. ബ്രസ്റ്റ് ക്യാൻസറിലും വരാറുണ്ട്. അത് കൂടുതൽ ഒരു എല്ലാ നിപ്പിൾ ഡിസ്ചാർജസും ക്യാൻസർ അല്ല തീർച്ചയായിട്ടും അല്ല. മറ്റു പല കുഴപ്പമില്ലാത്ത കണ്ടീഷൻസിലും ഹോർമോണൽ വ്യത്യാസത്തിലും ഒക്കെ ഇതുപോലെ നിപ്പിൾ ഡിസ്ചാർജ് കാണാം. പക്ഷെ ഒരു സിംഗിൾ, അതായത് ഒരു സൈഡിൽ നിന്ന് മാത്രം നിപ്പിൾ ഡിസ്ചാർജ് വരാം, അതൊരു ബ്ലഡോട് കൂടിയിട്ടുള്ള നിപ്പിൾ ഡിസ്ചാർജ് ഒക്കെ ആകുമ്പോൾ നമ്മൾ കൺസേൺഡ് ആയിരിക്കും. എന്താണെങ്കിലും നിപ്പിൾ ഡിസ്ചാർജ് കണ്ടാൽ നിങ്ങൾ അടുത്ത ഡോക്ടറെ കാണിക്കണം. അതിന്റെ കാരണം എന്താണെന്ന് അറിയണം, ട്രീറ്റ് ചെയ്യേണ്ടത് ട്രീറ്റ്മെന്റ് വരും. Thank you, doctor. Thank you so much for your information.